സംസ്ഥാന ബജറ്റിൽ റബ്ബർ കർഷകർക്ക് സമ്പൂർണ്ണ നിരാശ. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന ഇടത് സർക്കാരിന്റെ പ്രകടന പത്രിക വാഗ്ദാനം പാഴ്വാക്കായി. റബ്ബർ കൃഷി പരിരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ യാതൊരു ഇടപെടലും നടത്താത്ത സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് കർഷകരുടെ പ്രതികരണം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാരിന് എതിരെ നിലപാടെടുക്കുമെന്നും കോട്ടയത്തെ റബ്ബർ കർഷകർ പറയുന്നു. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റബ്ബർ കർഷകർക്ക് പരിരക്ഷ നൽകുമെന്നുള്ളത് ഇടതുപക്ഷ സർക്കാരിന്റെ വാഗ്ദാനമായിരുന്നു. കഴിഞ്ഞ 9 വർഷം പക്ഷേ റബ്ബർ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സർക്കാരിന്റെ അവസാന ബജറ്റിൽ റബ്ബർ കൃഷിയെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു പരാമർശങ്ങളും ഇടപെടലുകളും ഇല്ല എന്നുള്ളതാണ് മധ്യ കേരളത്തിലെ റബ്ബർ കർഷകരെ ഏറ്റവും നിരാശയിലാക്കുന്നത്. 250 രൂപ താങ്ങുവില എങ്കിലും ആക്കിയാൽ മാത്രമേ കൃഷിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള സാഹചര്യം നിലനിൽക്കെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും റബ്ബർ കൃഷിയുടെ കാര്യത്തിൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഈ സംസ്ഥാന ബഡ്ജറ്റിൽ നിരാശരായിരിക്കുന്ന ഏതാനും റബ്ബർ കർഷകരാണ് എന്നോടൊപ്പം ഉള്ളത്. വലിയ നിരാശയിലാണോ ഈ സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം? തീർച്ചയായിട്ടും സംസ്ഥാന ബഡ്ജറ്റ് റബ്ബർ കർഷകരെ കണ്ടില്ലെന്ന് വെച്ചത് വളരെ നിരാശയാണ്. നേരത്തെ തന്നെ നിരാശയായിരുന്നു. പക്ഷേ ബഡ്ജറ്റിലും അത് കാണാതിരുന്ന വലിയ നിരാശക്കിടയായിരിക്കുകയാണ്. റബ്ബർ കർഷകരെ നേരത്തെ കുറേ കാലം മുമ്പൊക്കെ റബ്ബറിൻ്റെ ആദായം കൊണ്ട് ജീവിക്കാമായിരുന്നു, ഒരു 15 കൊല്ലം മുമ്പ് വരെ. അതിനുശേഷം ജീവിത ചെലവ് കൂടി, റബ്ബറിൻ്റെ വില കുറഞ്ഞു, ഉൽപ്പാദന ചെലവുകളെല്ലാം കൂടി. അതുകൊണ്ട് ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. സ്വാമിനാഥൻ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് ഉൽപ്പാദന ചെലവിൻ്റെ ഇരട്ടി തരണമെന്ന്. ആ പരിഗണനകളൊന്നും ഇവിടെ ആരും തന്നിട്ടില്ല. ഉൽപ്പാദന ചെലവ് കൂടിപ്പോയി, പലതരത്തിൽ കൂലിക്കാരില്ല, പിന്നെ മറ്റ് സാധനങ്ങൾ സ്പ്രേയിങ് ചാർജ് കൂടി, പിന്നെ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നതിൻ്റെ ചാർജ് കൂടി, വളത്തിൻ്റെ ചാർജ് കൂടി, കൂലിച്ചെലവ് കൂടി. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ചെലവ് കൂടി, അതേ സമയത്ത് അതനുസരിച്ചുള്ള വരുമാനമില്ല. അതുകൊണ്ട് കേരളത്തിലെ കൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, അവരെ കൊണ്ട് ഇഷ്ടമില്ലെങ്കിലും അവർ ആ രംഗത്ത് നിന്ന് പിന്മാങ്ങുകയാണ്. കേരളത്തിൽ 4 തോട്ടങ്ങൾ ഇപ്പം വെട്ടാതെ കിടക്കുന്ന ആളുകൾ വേറെ കൃഷി വെച്ച് പിടിപ്പിക്കുന്നു. ഇനി വളരെ ശീഘ്രഗതിയിൽ മറ്റ് തോട്ടങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റും, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഈ കാര്യം പരിശോധിച്ച് അടിയന്തരമായി നടപടി, ഈ റബ്ബർ കൃഷിയെ പുനഃസ്ഥാപിക്കുന്നതിന് അടിയന്തരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഏതാനും വർഷത്തിനകം കേരളത്തിൽ റബ്ബർ കൃഷി ഇല്ലാതാകും. ആകെ ഉള്ളത് കേരളത്തിൽ 6 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറഞ്ഞു, പിന്നെയും കുറഞ്ഞു, ഇപ്പോൾ ഒരു 5 ലക്ഷത്തിലേക്ക് നിൽക്കുക. പിന്നെയുള്ള വടക്കിഴക്കൻ സംസ്ഥാനത്താണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത്. അവിടെ 2 ലക്ഷം ഹെക്ടർ കൃഷി ഉണ്ടായിരുന്നു. അടുത്ത 2 ലക്ഷം ഹെക്ടർ ഈ അടുത്ത കൊല്ലം കൊണ്ട് കൃഷി ചെയ്യും. പക്ഷേ 4 ലക്ഷം ഹെക്ടർ ആകെ അവിടെയുള്ള നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ പകുതിയേ അവിടെയുള്ളൂ. ആ ഉൽപ്പാദനം കൂടുന്നത് ഇവിടെ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് എന്ത് കാര്യം? സംസ്ഥാന സർക്കാർ കാര്യമായി ഇടപെടൽ കേരളത്തിൽ നടത്തണമെന്നുള്ളതാണ് ആവശ്യം. തീർച്ചയായിട്ടും കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ, രാജ്യത്തിൻ്റെ ആവശ്യമെന്നുള്ള ബോധ്യം അവർക്ക് വരണം. ഞങ്ങൾക്ക് മാത്രമല്ല റബ്ബർ, ഇപ്പോൾ ഇത് ഭക്ഷണ വസ്തുവല്ല, ഇതൊരു വ്യവസായ ഉൽപ്പന്നമാണ്. രാജ്യം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ 10 കൊല്ലം കഴിയും 2047 രാജ്യം അമേരിക്കയുടെ മുകളിലെത്തും. അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ട്. അപ്പോഴെന്തുമാത്രം റബ്ബറിൻ്റെ ആവശ്യമുണ്ട്. വാഹനങ്ങൾ എത്ര കൂടും? കേരളത്തിൽ ഇപ്പോൾ തന്നെ ഏറെക്കുറെ 2 കോടി വണ്ടികളുണ്ടെന്നാണ് പറയുന്നത് 3 ലക്ഷം ജനങ്ങൾക്ക്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് എത്ര വാഹനം വേണം? ഇതിന് റബ്ബർ എവിടെ നിന്ന് കിട്ടും? അതിനിപ്പോഴേ കേന്ദ്രവും സംസ്ഥാനവും ഈ കാര്യം പരിശോധിച്ച് റബ്ബർ കൃഷിക്കാരെ സംരക്ഷിച്ച് ഇവിടെ നിർത്തിയില്ലെങ്കിൽ ഉള്ള കൃഷിയും കൂടെ ഇല്ലാതെ പോകും. റബ്ബർ നമുക്ക് ഇല്ലാതെ വരും. അതാണ് 250 രൂപയെങ്കിലും താങ്ങുവില ആക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. അത് കാലങ്ങളായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനി എന്താണ് ഇതിൻ്റെ അകത്തൊരു പോംവഴിയുള്ളത്? ഈ കൃഷി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എന്താണ് ഇനി മാർഗമുള്ളത്? കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മാർഗവുമില്ല. ശരിക്കും പറഞ്ഞാൽ കർഷകന് വളരെ അധികം വിഷമത്തിലാണ്. കാരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? കാരണം അവർക്ക് ഉൽപ്പാദന ചെലവും ഇതിൻ്റെ പണിക്കൂലി എല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോൾ കർഷകന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് ഈ ചിലവെല്ലാം കൂടെ നോക്കുമ്പോൾ ഈ റബ്ബർ കൃഷി ഉപേക്ഷിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല. കാരണം കയ്യിൽ നിന്ന് കാശെടുത്ത് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് ആ കാശ് കൊണ്ട് കൃഷി ചെയ്തിട്ട് അവസാനം അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ ഉള്ള കിടപ്പാടങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ പല കർഷകർക്കും ഉള്ളത്. കാരണം അവർ ബാങ്ക് ജപ്തി ചെയ്യും. അവരോട് വില കുറവാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ബാങ്ക് ജപ്തി ചെയ്ത് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാകും. കുടുംബം പെരുവഴിയാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ റബ്ബർ കർഷകനെ സംബന്ധിച്ചുള്ളത്. കാരണം അവർക്ക് അത് ഗവൺമെൻറ് അടിയന്തരമായിട്ട്, ഇപ്പം സംസ്ഥാന ഗവൺമെൻറ് ഇങ്ങനൊരു വലിയ ചതിവ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റിലൂടെ. സെൻട്രൽ ഗവൺമെൻറ് ഇതിനെന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ച് റബ്ബർ കർഷകരെ ഇന്ത്യയിലെ പ്രധാന കാർഷിക വിളകളുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടിട്ട് അവരെ ഇത് സംരക്ഷിക്കാനുള്ള നടപടി
സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് എടുക്കണം, അല്ലെങ്കിൽ ഇത് ജനങ്ങൾ വളരെയധികം നിരാശയിൽ പോകും. അങ്ങ് ഒരു റബ്ബർ കർഷകനാണെന്ന് മനസ്സിലാക്കുന്നു. ഈ സംസ്ഥാന ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു റബ്ബർ കർഷകന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അങ്ങയുടെ ഭാഗത്ത്? എന്നെ സംബന്ധിച്ചിപ്പം പറയുകയാണെങ്കിൽ റബ്ബറിന് കുറഞ്ഞത് ഒരു 300 രൂപയെങ്കിലും വില കിട്ടിയില്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ജീവിച്ച് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ നിത്യച്ചെലവുകളും നമുക്ക് കൂടിക്കൊണ്ടിരിക്കുക. റബ്ബർ വെട്ടി ടാപ്പിങ്ങിൻ്റെ കൂലി കൂടിക്കൊണ്ടിരിക്കുകയും റബ്ബറിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് പണിക്കാർക്കൊക്കെ ഒരു പറമ്പിൽ പണിയുന്ന ഒരു പണിക്കാർ റബ്ബറിന് പണിയുന്നവരുത്തിന് ഒരു ദിവസം 1200 രൂപ പണിക്കൂലിയാണ്. നമുക്ക് അതിൽ ഭേദം റബ്ബർ കൃഷി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് മിനിമം 300 രൂപ കൂലി കിട്ടുന്നില്ലെങ്കിൽ മുന്നോട്ട് നമുക്ക് ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താണ് ഒരു റബ്ബർ കർഷകൻ എന്ന നിലയിലുള്ള പ്രതികരണം? റബ്ബർ കർഷകന് ഈ ബജറ്റിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയല്ല, മുൻ അനുഭവങ്ങൾ വെച്ച് നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു പ്രതീക്ഷ ഇല്ലാത്ത പോലെയാണ്. ഇലക്ഷനൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു നക്കാപ്പിച്ചെങ്കിലും പ്രഖ്യാപിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. വലിയ നിരാശയിലോട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഉണ്ടാവും. കർഷകരെ എല്ലാവരും അവഗണിക്കുകയാണ്. ഒരു പാർട്ടി എല്ലാ പാർട്ടിക്കാരും കർഷകരെ അവഗണിക്കുകയാണ്. കർഷകൻ സംഘടിത ശക്തി അല്ലാത്തതുകൊണ്ടാണ്. അവർ പല മേഖലകളിൽ ചെറിക്കിടക്കുന്നതുകൊണ്ട്, പല കൃഷികൾ ചെയ്യുന്നതുകൊണ്ട് അവർ ഒന്നിച്ച് കൂട്ടാൻ വേണ്ടി ആൾക്കാരല്ല. സേവന മേഖലകളെ കൂട്ടാനും അവർക്ക് യൂണിയനും സംഘടനയൊക്കെ ഉണ്ട്. പക്ഷേ കർഷകൻ ഒന്നിക്കുന്നില്ല. പക്ഷേ പല തട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഈ റബ്ബർ കൃഷി എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ കൂടെ വേറൊരു കൃഷിയും ലാഭകരമായി ചെയ്യാൻ സാധിക്കത്തില്ല. റബ്ബർ ചെയ്ത് കഴിയുമ്പോൾ അതിന് വേറൊരു കൃഷി കൂടെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അവൻ അതിനെ മാത്രം ആശ്രയിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ആ കൃഷി ഉപേക്ഷിക്കുകയാണ്. ഞാൻ റബ്ബർ കൃഷി ഉപേക്ഷിച്ചു, മറ്റ് കൃഷികളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് വാഴയും ചേമ്പും ചേനയും കപ്പയും അങ്ങനെ കൃഷികളൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. മധ്യ കേരളത്തിൽ കർഷകരുടെ പാർട്ടി എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന കേരള കോൺഗ്രസ് പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുമെന്നാണ് നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് കർഷകർക്ക് വാഗ്ദാനം നൽകിയത്. പക്ഷേ ഭരണമുന്നണിയുടെ ഭാഗമായിട്ടും കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണി പ്രത്യേകിച്ച് കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്തും റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്നുള്ള വാഗ്ദാനവും അദ്ദേഹം കർഷകർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇത് രാഷ്ട്രീയമായിട്ട് പ്രതിഫലിക്കുമോ? കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ കൃത്യമായി തന്നെ മധ്യ കേരളത്തിൽ ഒരു പ്രതിഫലനം അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണോ? മധ്യ കേരളത്തിൽ ഈ പറയുന്ന ഇന്നത്തെ ബഡ്ജറ്റോടുകൂടി രാഷ്ട്രീയ രംഗം മാറാൻ പോവുകയാണ്. ഇവിടുത്തെ റബ്ബർ കർഷകർ ആനപ്പകയോടുകൂടിയായിരിക്കും ഇനി ഇടതുപക്ഷ ഗവൺമെന്റിനെ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത വിഭാഗമായ റബ്ബർ കർഷകർക്ക് 250 രൂപ തരാമെന്ന് വാഗ്ദാനം നൽകിയിട്ട് നാളിതുവരെയായിട്ടും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഇന്ന് വിപണിയിൽ 202 രൂപ 1 കിലോ റബ്ബർ ഷീറ്റിന് വിലയുണ്ട്. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് സംസ്ഥാന സർക്കാർ 200 രൂപ അടിസ്ഥാന വിലയാക്കുന്നത്. 1 രൂപ സർക്കാരിന് ഈ റബ്ബർ കർഷകരുടെ നാമത്തിൽ ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല. അത്തരം സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇവിടുത്തെ മധ്യ കേരളത്തിലെ വലിയ കർഷകരുടെ പാർട്ടി എന്ന് അവകാശപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിയും സർക്കാരിന്റെ മുന്നണി ഘടകകക്ഷിയായി നിൽക്കുമ്പോൾ ഇവിടുത്തെ റബ്ബർ കർഷകരെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയമായിട്ട് ഇതിന്റെ ബാധ്യത കേരള കോൺഗ്രസ് എമ്മിൽ എത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടുത്തെ ജനങ്ങളോട് അതിന് മറുപടി പറയാൻ കേരള കോൺഗ്രസ് എം നേതൃത്വം വളരെ ബുദ്ധിമുട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റബ്ബറിന്റെ കർഷകർക്ക് പരീക്ഷ നൽകാത്ത സർക്കാരിനെതിരെയും കേരള കോൺഗ്രസിനെതിരെയും ഒക്കെയുള്ള ഒരു വലിയ ജനവികാരം ഉണ്ടാകും എന്ന് തന്നെയാണ് കർഷകരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുന്നത്. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.